English Matters. രാവിലെ ധൃതി പിടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോഴായിരിക്കും ഒരു സാധനവും വെച്ച സ്ഥലത്ത് കാണില്ല. പേഴ്സ് എവിടെ, കണ്ണട എവിടെ, ചെരുപ്പ് എവിടെ? പിന്നെ തിരക്കായി അല്ലേ? ഒന്നും എവിടെയാണ് വെച്ചത് എന്ന് ഓർമ്മ വരുന്നില്ല. Where is my purse? Where are my spectacles? Where are my slippers? Oh God, I cannot remember where I have kept them. സുഹൃത്തുക്കളെ, രണ്ട് വിധത്തിൽ where എന്ന പദം ഉപയോഗിച്ചത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. Where is my purse? Where are my slippers? തുടങ്ങിയ ചോദ്യങ്ങളിൽ where ചോദ്യപദം അഥവാ ക്വസ്റ്റ്യൻ വേർഡ് ആണ്. എന്നാൽ I cannot remember where I have kept them എന്ന ആത്മഗതത്തിൽ where ഒരു ചോദ്യപദം അല്ല. I cannot remember where I have kept them. അവ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. I can't remember where I have kept them. Where, W-H-E-R-E, where, എവിടെ. ചോദ്യപദമായിട്ടല്ലെങ്കിൽ പോലും ലൊക്കേഷൻ അഥവാ സ്ഥാനം, സ്ഥലം എന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് where എന്ന പദം. Though it does not ask a question, where provides information about location. അവന് ഈ വിവരം എവിടെ നിന്ന് ലഭിച്ചു എന്ന് നമുക്ക് അറിയില്ല. We do not know where he got this information from. We don't know where he got this information from. നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലം എവിടെയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വച്ചാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? Do you remember the place where we met for the first time? Do you remember the place where we met for the first time? This is the restaurant where we have lunch regularly. ഞങ്ങൾ സ്ഥിരമായി ഊണ് കഴിക്കുന്ന റെസ്റ്റോറന്റ് ഇതാണ്. This is the restaurant where we have lunch regularly. Getting admission in IIT requires plenty of hard work. That is where I want to do my graduation. IITയിൽ അഡ്മിഷൻ ലഭിക്കാൻ കുറേ കഠിനാധ്വാനം ആവശ്യമാണ്. അവിടെയാണ് എനിക്ക് ബിരുദം ചെയ്യേണ്ടത്. Getting admission in IIT requires plenty of hard work. That is where I want to do my graduation. Did she tell you where she is going? അവൾ എവിടെയാണ് പോകുന്നത് എന്ന് താങ്കളോട് പറഞ്ഞിരുന്നുവോ? Did she tell you where she is going? Friends, I'm sure you are familiar with the proverb, where there is a will, there is a way. എവിടെ ഇച്ഛാശക്തിയുണ്ട് അവിടെ മാർഗമുണ്ട്. അതായത് മനസ്സുണ്ടെങ്കിൽ വഴിയുണ്ട്. will എന്നാൽ ഇച്ഛാശക്തി. W-I-L-L, will. Where there is a will, there is a way. കേട്ടിട്ടില്ലേ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ആത്മവിശ്വാസം, ദൃഢനിശ്ചയം, ലക്ഷ്യബോധം, കഠിനാധ്വാനം ഇവ കൈമുതലായി ഉണ്ടെങ്കിൽ ഒന്നും നമുക്ക് അപ്രാപ്യമല്ല. അതെ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. Nothing is impossible if we have clearly defined goals and a strong determination to attain them. Where there is a will, there is a way. English Matters, presented by Smita Manikot.